കാസർഗോഡ് വൻ ലഹരിമരുന്ന് വേട്ട 450 ഗ്രാം ഹാഷിഷുമായി കർണാടക സ്വദേശി പിടിയിൽ. കന്യാന മടക്കുഞ്ച സ്വദേശി മണ്ണംകുഴി തൈക്കുന്നിൽ താമസക്കാരനുമായ കലന്തർ ഷാഫിയെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷാഫി. കാറിലും വീട്ടിലും സൂക്ഷിച്ച 450 ഗ്രാം ഹാഷിഷ് എക്സൈസ് പിടികൂടി. ഒരാൾ പിടിയിലായി, ഒരാൾ ഓടിപ്പോയി. കർണാടക കന്യാന മടക്കുഞ്ച സ്വദേശിയും മണ്ണംകുഴി തെക്കക്കുന്ന് താമസക്കാരനുമായ കലന്തർ ഷാഫിയെയാണ് കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർ ജെ ജോസഫും സംഘവും നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് പിടികൂടിയത്. മണ്ണംകുഴി തെക്കേക്കുന്ന് നടന്ന വാഹന പരിശോധനയിൽ സ്വിഫ്റ്റ് കാറിൽ 130 ഗ്രാം ഹാഷിഷ് കണ്ടെത്തുകയായിരുന്നു. സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫും പാർട്ടിയും കൊടിവേൽ വില്ലേജിൽ മണ്ണംകുഴി തെക്കേക്കുന്ന് ദേശത്ത് ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പട്രോൾ ചെയ്യവേ പെട്ടെന്നൊരു വെളുത്ത സ്വിഫ്റ്റ് കാറ് നമ്മുടെ എക്സൈസ് വണ്ടി കണ്ട് പെട്ടെന്ന് ഓടിച്ചു പോയി. ഈ വാഹനത്തെ എക്സൈസ് ഇൻസ്പെക്ടറും പാർട്ടിയും പിന്തുടർന്ന് പോയപ്പോൾ വാഹനം പെട്ടെന്ന് ഒരു മതിലിന് സമയം ഇടിച്ചു നിർത്തി വണ്ടിയിൽ ഇരുന്നയാൾ ഓടിപ്പോയി. വണ്ടിയിലുണ്ടായിരുന്ന കലന്തർ ഷാഫി എന്നയാളെ പുറത്തിറക്കി വാഹനം പരിശോധിച്ചപ്പോൾ കാറിനകത്ത് 130 ഗ്രാം ആഷിഷ് കണ്ടെടുത്തു. തുടർന്ന് കലന്തർ ഷാഫിയെ ചോദ്യം ചെയ്തപ്പോൾ ഓടിപ്പോയയാൾ മൊയ്തീൻ യാസർ എന്നയാളാണെന്നും അയാളുടെ വീട് പുച്ചത്തവയൽ എന്ന സ്ഥലത്താണെന്നും അറിയിച്ചതിനെ തുടർന്ന് ഈ പ്രതി കലന്തർ ഷാഫിയെയും കൂട്ടി മൊയ്തീൻ യാസറിൻ്റെ വീട്ടിൽ പോയി പരിശോധിക്കുകയും അവിടെ നിന്ന് 320 ഗ്രാം ആഷിഷ് കണ്ടെടുക്കുകയും ചെയ്തു. ആകെ 450 ഗ്രാം ആഷിഷ് കണ്ടെടുത്തിട്ടുണ്ട്. പരിശോധന നടത്തുന്നതിനിടെ കാറിലുണ്ടായിരുന്ന പച്ചത്തുബയൽ സ്വദേശി മൊയ്തീൻ യാസർ ഓടിപ്പോയി. കലന്തർ ഷാഫിയുടെ മൊഴിയെ തുടർന്ന് യാസറിൻ വീട്ടിലെ കിടപ്പുമുറിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 320 ഗ്രാം ഹാഷിഷ് കൂടി കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച കലന്തർ ഷാഫിയെ 100 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കർണാടകയിലെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KV മുരളി, പ്രിവന്റീവ് ഓഫീസർമാരായ UK നൌഷാദ്, C അജീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മഞ്ജുനാഥൻ V, അതുൽ TV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റീന V, ഡ്രൈവർ സജീഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.